ഐഡിയ ആയിരിക്കാം, എയർടെൽ ആയിരിക്കാം, മറ്റു തരത്തിലുള്ള കമ്പനികളെല്ലാം ആയിരിക്കാം. കെ ഫോൺ 25 ലക്ഷം വീടിൽ സൗജന്യമായി കിട്ടുമ്പോ മക്കളും അച്ഛനും അമ്മയും എല്ലാം എത്ര ഫോൺ ഉപയോഗിച്ചാലും, എത്ര ലാപ്ടോപ്പ് ഉപയോഗിച്ചാലും, എത്ര ഐപാഡ് ഉപയോഗിച്ചാലും ഒറ്റ ബില്ലേ വരൂ, നമ്മളെല്ലാവരും കെ ഫോണിലേക്ക് മാറും. അതായത് എല്ലാ വീടിലും അതിവേഗതയുള്ള, ഈ രാജ്യത്ത് ഏറ്റവും വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും കെ ഫോണിലേക്ക് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഐഡിയയുടെ ടവറുകൾ വെറുതെയാവും. അതുപോലെ വോഡാഫോണിന്റെ ടവറുകൾ, എയർടെലിന്റെ ടവറുകൾ, അവരുടെ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ഓഫീസുകൾ അതൊന്നും പ്രവർത്തനരഹിതമാകേണ്ടി വരും. കാരണം കസ്റ്റമേഴ്സ് ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ കോർപ്പറേറ്റുകളെല്ലാം ആലോചിക്കുകയാണ്, ഈ കെ ഫോൺ വന്ന ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കെ ഫോണിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പണി നിർത്തി പോകേണ്ടി വരും. അതുകൊണ്ട് ബദൽ മാർഗം സ്വീകരിക്കണം. എന്താണ് ബദൽ? ഈ കെ ഫോൺ നടപ്പാക്കി ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് അവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കണം. അതിനുവേണ്ടി എന്താണ് മാർഗമെന്ന് കോർപ്പറേറ്റുകളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. കെ ഫോണിനെ കുറിച്ചിട്ടുള്ള കുറച്ച് തള്ളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. കെ ഫോൺ മാത്രമല്ല, സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കെയിൽ തുടങ്ങുന്ന ഒരു പദ്ധതി പോലും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, പിണറായി സർക്കാർ കൊണ്ടുവന്ന പറയുന്ന എല്ലാ കെ പദ്ധതിയും പാതി വഴിക്കിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കെ വച്ച് തുടങ്ങുന്ന ഒരു പദ്ധതിയും ഇതുവരെ വിജയിച്ചിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ കെ ഫോൺ ആണെങ്കിലും ശരി, കേരയിലാണെങ്കിലും ശരി, കൊക്കോണിക്സ് ആണെങ്കിലും ശരി, അങ്ങനെ സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന എല്ലാ പദ്ധതിയും അവർ പാതി വഴിക്ക് ഇട്ടിട്ട് പോവുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ പേരിൽ കോടികൾ നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട്. സാധാരണക്കാർ ഒരു ദിവസം കടന്നു പോകാൻ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അതിനായി, അല്ലെങ്കിൽ സാധാരണക്കാരെ സഹായിക്കാൻ പണമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലും സർക്കാർ വികസനം കൊണ്ടുവന്ന് കോടികൾ കടം വരുത്തി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.